കന്നഡയും തുളുവൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ഇവിടെ നല്ല അവരുടെ ഒരാളായിട്ട് കണക്കാക്കുന്നത്. പിന്നെ ജൽജീവൻ മിഷനൊക്കെ ഇവിടെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. കാരണം ഇവരൊന്നും പൈസ കൊടുക്കാതെ കരാറുകാരൊക്കെ നിർത്തി എല്ലായിടത്തും കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രം കൊടുത്ത കാര്യങ്ങൾ പോലും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്തായാലും മഞ്ചേശ്വരത്തിന് സ്വന്തം കെ സുരേന്ദ്രനാണ് നമുക്കിപ്പോൾ ഉള്ളത്. ചേട്ടാ, 4ാം തവണയാണ് മഞ്ചേശ്വരത്ത് ഒരു ഇലക്ഷനിൽ ഭാഗമാവുന്നത്. മഞ്ചേശ്വരം അത്രത്തോളം പ്രിയപ്പെട്ട ഒരു ഇടമാണോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ 25-30 വർഷമായിട്ട് എനിക്ക് സ്വന്തം വീട് പോലെയാണ് മഞ്ചേശ്വരം. സ്വന്തം നാട് തന്നെയാണ്. 2001 മുതൽ ഞാൻ സജീവമായിട്ട് ഇവിടെ പ്രവർത്തനത്തിലുണ്ട്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. പക്ഷേ LDF UDFന് ക്രോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. ഇത്തവണ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ജനപിന്തുണ, പ്രത്യേകിച്ച് വികസനം ദാഹിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്രയും വർഷം ലീഗ് ഭരിച്ചിട്ടും ഒരു വികസന പ്രവർത്തനവും നടക്കാത്ത ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. അതിനെതിരായിട്ടും പിന്നെ ഈ ക്രോസ് വോട്ടിങ്ങിനെതിരായിട്ട് 2 പാർട്ടിയിലും 2 മുന്നണിയിലും ശക്തമായിട്ടുള്ള വികാരം നിലനിൽക്കുന്നുണ്ട്. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഇനി സാധ്യമാവണമെങ്കിൽ നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ പിന്തുണ ഉള്ള ഒരു ജനപ്രതിനിധി വേണം എന്നുള്ള ആഗ്രഹം ഇവിടെ ശക്തമായിട്ടും വോട്ടർമാർക്കിടയിലുണ്ട്. ഇപ്പം നമുക്കറിയാം, കാസർഗോഡിനെ സംബന്ധിച്ച് ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഭാഷയുടെ കാര്യത്തിലാണെങ്കിലും ആളുകളുടെ ഒരു കൾച്ചറൊക്കെ അങ്ങനെയാണ്. മറക്കണ്ട. അത് തീർച്ചയായിട്ടും ഇവിടെ ഭാഷാ സംഗമ ഭൂമി എന്ന് തന്നെയാണ് പറയുന്നത്. വളരെ തുളുനാടിൻ്റെ ഒരു പ്രത്യേക സാംസ്കാരിക പാരമ്പര്യം, പൈതൃകം, അനേകം ദേവസ്ഥാനങ്ങൾ, അതുപോലെ ഭാഷ, സംസ്കാരം, അതെല്ലാം വളരെ അതിനിടയിലും ജനങ്ങളുടെ ഐക്യം, സ്നേഹം ഒക്കെ നിലനിർത്തുന്ന ഒരു പ്രദേശമാണ്. ഒരു വലിയ സാംസ്കാരിക ഔന്നത്യമുള്ളൊരു മണ്ണാണിത്. അപ്പോൾ നമുക്കറിയാം, ഇത്രയും കാലം LDFും UDFും മാറി മാറി ഭരിച്ചിട്ടും കൃത്യമായി കാസർഗോഡിന് കാണിച്ചൊരു അവഗണനയുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെ UDF ഗവൺമെൻറ് ഇരുന്ന കാലമുണ്ട്. എന്നിട്ട് പോലും കാസർഗോഡിന് കിട്ടാത്ത ഒന്നുമില്ല. റോഡില്ല, സ്കൂളില്ല, കോളേജില്ല, കുടിക്കാൻ വെള്ളമില്ല, പല പല പ്രശ്നങ്ങളാണ്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. അവർക്ക് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതി വന്നിരിക്കുന്നു. ഇതിനെന്നും വേണ്ടി ശബ്ദിക്കാൻ ആളില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥി പറയുന്നത് ഞാൻ BJP തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഇവിടെ ജനങ്ങൾക്ക് ജയിക്കണ്ടേ? ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ. ഞാൻ പറയുന്നത് ഞാൻ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നതല്ല. ജനങ്ങൾക്ക് ജയിക്കണം, മഞ്ചേശ്വരത്തുകാർക്കും ജയിക്കണം. ഇത്ര നല്ലൊരു അവസരം മോദി സർക്കാർ ദില്ലിയിലുള്ളത് കൊണ്ട് അത് മിസ്സായി. നമുക്ക് അത് ഇത്തവണ തിരിച്ചു പിടിക്കണമെന്നുള്ള ആഗ്രഹം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇപ്പോൾ ഹൈവേ അടക്കം, അതുപോലെ തന്നെ വിസിബിലിറ്റി, ഒരു റോഡും റെയിൽവേ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ജൽജീവൻ മിഷനൊക്കെ ഇവിടെ പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ്. കാരണം ഇവരൊന്നും പൈസ കൊടുക്കാതെ കരാറുകാരൊക്കെ നിർത്തി എല്ലായിടത്തും കുടിവെള്ള പ്രശ്നങ്ങൾ വളരെ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്രം കൊടുത്ത കാര്യങ്ങൾ പോലും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഒരു പ്രശ്നം. തീർച്ചയായിട്ടും കന്നഡയും തുളുവൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ഇവിടെ നല്ല അവരുടെ ഒരാളായിട്ട് കണക്കാക്കുന്നത്. അവരോട് സംവാദിക്കുമ്പോൾ ആ ഒരു സ്നേഹം തീർച്ചയായിട്ടും അതുണ്ടല്ലോ. ഇവിടെ എത്രയും ചതിക്കുഴികൾ ഉണ്ടായിട്ടും ഇത്രയും LDFും UDFും ഒന്നിച്ചിട്ടും ക്രോസ് വോട്ടിങ് നടത്തിയിട്ട് നമ്മൾ വെറും ചെറിയ വോട്ടുകൾക്കല്ലേ തോറ്റത്. ഇത്തവണ അതിനൊക്കെ അതിജീവിക്കും. ജനപിന്തുണ ശക്തമായിട്ട് വർദ്ധിച്ചിരിക്കും.